കേരളത്തിൽ ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് കണ്ട് ഞെട്ടിയിരിക്കുന്ന ഒരു ഭരണകൂടത്തെ കുറിച്ചാണ് പറയേണ്ടി വരിക. മറ്റാരുമല്ല, CPM തന്നെ. 99 സീറ്റ് കൊണ്ടുവന്ന ഇരട്ടച്ചങ്കിനെന്ന് സ്വയം വിളിച്ചു നടന്നവർക്ക് ഇപ്പോൾ 78 സീറ്റ് കിട്ടുമോ എന്ന കാര്യത്തിലാണ് വിയർപ്പ് പൊടിയുന്നത്. വാസ്തവത്തിൽ ഇതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണമല്ല, മറിച്ച് PR വർക്കുകളുടെ ഒരു വലിയ പ്രദർശനമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ക്യാമറകളും പരസ്യങ്ങളും ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് വികസനമെന്ന് അവർ ചിന്തിച്ചു കാണും. കിറ്റ് കൊടുത്താൽ വോട്ട് കിട്ടുമെന്ന പഴയ ആത്മവിശ്വാസം ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇനി അഴിമതിയെ കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയും വിദേശ യാത്രകൾ കൊണ്ട് കേരളത്തെ സ്വർഗമാക്കുമെന്ന് പറഞ്ഞ് വിമാനം കയറുന്ന മന്ത്രിമാരുമാണ് നമ്മുടെ ഐശ്വര്യം. കേരളയിൽ വരുമെന്ന് പറഞ്ഞ് കുറ്റിയടിച്ചപ്പോൾ ജനങ്ങൾ വിചാരിച്ചു നാട് രക്ഷപ്പെടുമെന്ന്. പക്ഷേ കുറ്റിയടിച്ചതല്ലാതെ ട്രെയിൻ പോയിട്ട് ഇതുവരെ ഒന്നും തന്നെ അവിടെ കണ്ടില്ല. ഇതിനിടയിലാണ് സ്വർണ്ണക്കടത്തും മാസപ്പടിയും ഒക്കെ സീരിയൽ പോലെ ഓരോന്നായി പുറത്തു വരുന്നത്. സാധാരണക്കാരൻ ഒരു വീട് വെക്കാൻ പെർമിറ്റിനായി അലയുമ്പോൾ ഇവിടെ കോടികളുടെ ഇടപാടുകൾ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് നടക്കുന്ന വിദ്യയാണ് ഈ സർക്കാർ നമുക്ക് കാണിച്ചു തന്നത്. ആദ്യമേ പറയേണ്ടത് ഈ സർക്കാരിന്റെ വികസന നായക പരിവേഷത്തെ കുറിച്ചാണ്. കേരളയിൽ എന്ന് പറഞ്ഞ് നാട് നീളെ മഞ്ഞുകുറ്റിയുമായി നടന്നപ്പോൾ ഇവർ വിചാരിച്ചു ജനങ്ങളെല്ലാം വിശ്വസിക്കുമെന്ന്. സ്വന്തം വീടും പുരയിടവും നഷ്ടപ്പെടുമെന്ന് പേടിച്ച് കരഞ്ഞ പാവപ്പെട്ടവന്റെ ആവലാതി കേൾക്കാൻ ഇവർക്ക് സമയമില്ലായിരുന്നു. പകരം പോലീസിനെ വിട്ട് അവരെ തല്ലിച്ചതച്ചു. എന്നിട്ടിപ്പോൾ എവിടെ പോയി ആ കേരളയിൽ? കോടികൾ കമ്മീഷൻ അടിക്കാൻ പറ്റുന്ന പദ്ധതികൾക്ക് മാത്രം മുൻഗണന നൽകുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടത്. റോഡിലെ കുഴികൾ അടയ്ക്കാൻ പണമില്ലാത്ത സർക്കാർ നവകേരള സദസ്സ് നടത്താൻ വേണ്ടി കോടികൾ ഒടുക്കി ആഡംബര ബസ്സിൽ നാട് ചുറ്റുന്നത് കണ്ടപ്പോൾ ജനങ്ങൾ ചിന്തിച്ചു, ഇതാണോ ഞങ്ങളുടെ നികുതി പണം കൊണ്ട് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതെന്ന്. അഴിമതിയുടെ കാര്യമെടുത്താൽ അതൊരു പരമ്പര പോലെ നീളുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർ ജയിലിൽ പോയപ്പോൾ നമ്മൾ വിചാരിച്ചു അതോട് തീർന്നുവെന്ന്. എന്നാൽ പിന്നീട് വന്നത് മാസപ്പടി വിവാദമായിരുന്നു. മകൾക്ക് വേണ്ടി കമ്പനികൾ വഴി പണം വാങ്ങിയെന്ന ആരോപണം വന്നപ്പോൾ മറുപടി പറയാതെ ഒളിച്ചോടിയ മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. ലൈഫ് മിഷനിലെ കോഴയും ഒക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട്. സാധാരണക്കാരൻ ഒരു വീട് വെക്കാൻ ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്ത് വർഷങ്ങളോളം കാത്തിരിക്കുമ്പോൾ ആ പദ്ധതിയിൽ നിന്ന് പോലും ലക്ഷ്യങ്ങൾ കമ്മീഷൻ അടിക്കാൻ മടിക്കാത്ത ഒരു ഭരണകൂടമാണിത്. അഴിമതിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞു വന്നവർ ഇന്ന് അഴിമതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. ഇനി നോക്കൂ, യുവാക്കളുടെ കാര്യം അതിലും കഷ്ടമാണ്. PSC വഴി ജോലി കാത്തിരിക്കുന്ന പാവം ഉദ്യോഗാർത്ഥികളെ നോക്കി കൊഞ്ഞണം കുത്തിയിട്ട പാർട്ടിക്കാരുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും പിൻവാതിൽ വഴി ജോലി നൽകുന്നതാണോ ഇവരുടെ ജനകീയ മതിൽ? പോലീസ് സേനയെ സ്വന്തം ഗുണ്ടാ സംഘത്തെ പോലെ ഉപയോഗിച്ച് എതിർ ശബ്ദങ്ങളെ അടിച്ചൊതുക്കാൻ നോക്കിയപ്പോൾ ഇവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ജനാധിപത്യത്തിൽ അവസാന വാക്ക് ജനങ്ങളുടേതാണ്. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കിറ്റ് കൊടുത്ത് ശീലിച്ചവർ വിചാരിച്ചു ആ കിറ്റ് കാണിച്ച് എക്കാലവും വോട്ട് വാങ്ങാമെന്ന്. എന്നാൽ ഇന്ന് സപ്ലൈകോയിൽ ചെന്നാൽ ഉപ്പും മുളകും പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. കേരളത്തിന് വേണ്ടി ജനങ്ങളുടെ പറമ്പിൽ കുറ്റിയടിച്ച ആവേശമൊന്നും ഇന്ന് ഭരണത്തിലില്ല. ആ കുറ്റികൾ ഇന്ന് ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ അടയാളമായി മാറിയിരിക്കുകയാണ്. റോഡിലെ കുഴികൾ അടയ്ക്കാൻ പോലും പണമില്ലാത്ത സർക്കാർ നവകേരള സദസ്സും പറക്കും ബസ്സും കൊണ്ട് നാട് നീളെ നടന്ന് ജനങ്ങളെ പരിഹസിക്കുകയായിരുന്നു. പിണറായി വിജയൻ എന്ന വ്യക്തിപ്രഭാവത്തിൽ തൂങ്ങി ഇനിയും വോട്ട് പിടിക്കാമെന്ന് കരുതുന്നത് വെറും മോഹം മാത്രമാണ്. കാരണം ആ പ്രഭാവം ഇപ്പോൾ അഴിമതിയുടെ കരിനിഴലിലാണ്. പോലീസ് സേനയെ കൊണ്ട് സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കാനും എതിർക്കുന്നവരെ അടിച്ചൊതുക്കാനും നോക്കിയപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. മന്ത്രിമാരുടെ കാര്യം അതിലും കഷ്ടമാണ്. പല മന്ത്രിമാരുടെയും പേര് പോലും ജനങ്ങൾക്കറിയില്ല. അറിഞ്ഞവർക്കാകട്ടെ അവരുടെ വകുപ്പിൽ എന്ത് നടക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു നിശ്ചയവുമില്ല. റോഡിലെ കുഴികൾ അടയ്ക്കാൻ പറ്റാത്തവർ ലോകം മുഴുവൻ നന്നാക്കാൻ നടക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം എന്നത് വെറും ഒരു വാക്കല്ല, അത് ജനങ്ങളുടെ വയറ്റത്തടിച്ചതിന്റെ ഫലമാണ്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ സപ്ലൈകോയിൽ സാധനമില്ലാത്തതും റേഷൻ കടകൾ പണിമുടക്കുന്നതും ഇവർ കാണുന്നില്ല. എന്നിട്ടിപ്പോൾ 78 സീറ്റ് കിട്ടുമെന്ന് കേട്ട് ഞെട്ടുന്നു. സത്യത്തിൽ ഇവർക്ക് 78 സീറ്റെങ്കിലും കിട്ടുമോ എന്നതാണ് വോട്ടർമാരുടെ ചോദ്യം. അഹങ്കാരവും ധാർഷ്ട്യവും മുഖമുദ്രയാക്കിയ ഒരു ഭരണകൂടത്തിന് കാലം കാത്തുവെച്ചിരിക്കുന്ന തിരിച്ചടിയാണ് ഈ റിപ്പോർട്ട്. സംഘടനാ പ്രവർത്തനം ശക്തമാക്കിയത് കൊണ്ടോ വോട്ടർമാരുടെ കാല് പിടിച്ചത് കൊണ്ടോ ഇനി കാര്യമില്ല. കാരണം ജനങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഈ ഹാട്രിക് സ്വപ്നം വെറും പകൽ കിനാവായി മാറുന്നത് കാണാൻ ഇനി അധികം നാളില്ല. കടക്കിടയിൽ മുങ്ങിയ കേരളത്തെ വീണ്ടും കടമെടുക്കാൻ മാത്രം പഠിപ്പിച്ച ഈ ഭരണകൂടത്തോട് മെയ് 4-ന് ജനങ്ങൾ അവരുടെ ഭാഷയിൽ മറുപടി പറയും. അതുവരെ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് നോക്കി അവർക്ക് വേവലാതിപ്പെടാം.
എന്താണ് സത്യത്തിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നതെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അടിത്തറ ഇളകി തുടങ്ങി എന്ന് വേണം പറയാൻ. ഇത്രയും കാലം ജനങ്ങളെ പുച്ഛിച്ചു തള്ളിയവർക്കും ആരെന്ത് പറഞ്ഞാലും കടക്ക് പുറത്തുനിന്ന് ആക്രോശിച്ചവർക്കും ഇപ്പോൾ ജനങ്ങളെ കാണുമ്പോൾ ഒരു പേടിയുണ്ട്. ആ പേടിയുടെ പേരാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ്. സ്വന്തം തട്ടകമായ കണ്ണൂരിൽ പോലും അടി പതറുമെന്നും മന്ത്രിസഭയിലെ പ്രമുഖർ തോൽക്കുമെന്നും കേൾക്കുമ്പോൾ പിന്നെ ഏത് ഇരട്ടച്ചങ്കനാണ് ഒന്ന് വിറയ്ക്കാത്തത്? ഭരണം കൈവിട്ടു പോകുമെന്ന കൃത്യമായ ബോധ്യം വന്നതുകൊണ്ടാണ് ഇപ്പോൾ പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ പെടാപ്പെടുന്നുണ്ട്. ഇത്രയും കാലം ജനങ്ങളുടെ അടുക്കളയിൽ തീ പുകയുന്നുണ്ടോ എന്ന് നോക്കാത്തവർ, സപ്ലൈകോയിൽ സാധനമുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാത്തവർ ഇപ്പോൾ പെട്ടെന്ന് സജീവമായിരിക്കുകയാണ്. അതായത് വോട്ട് വരാറായപ്പോൾ മാത്രം ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രത്യേക തരം സീസണൽ സ്നേഹമാണിത്. ഇത്രയും വർഷം ജനങ്ങളെ പീഡിപ്പിച്ചിട്ട് അവസാന നിമിഷം കുറച്ച് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചാൽ ജനങ്ങളെല്ലാം മറക്കുമെന്ന് ഇവർ കരുതുന്നുണ്ടോ? കേരളിന്റെ പേരിൽ ജനങ്ങളെ തല്ലിച്ചതച്ചതും പാവപ്പെട്ടവരുടെ പറമ്പിൽ മഞ്ഞക്കുറ്റി അടിച്ചതും ഇവിടുത്തെ അമ്മമാരും സഹോദരങ്ങളും മറന്നു കാണുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇവർക്ക് തെറ്റി. ആ കുറ്റികൾ പിഴുതെറിഞ്ഞതുപോലെ ഈ ഭരണത്തെയും പിഴുതെറിയാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിയുടെ ഉറക്കം ശരിക്കും കെട്ടിട്ടുണ്ട്. ഭരണം കൈവിട്ടു പോകുമെന്ന പേടി പിണറായി വിജയനെ ഇപ്പോൾ നല്ലോണം പിടികൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓരോ ചുവടും അദ്ദേഹം ഇത്ര സൂക്ഷിച്ചു വെക്കുന്നത്. ഇത്രയും കാലം ജനങ്ങളെ പുച്ഛിച്ചു തള്ളിയ മുഖ്യമന്ത്രി ഇപ്പോൾ പെട്ടെന്ന് ജനസ്നേഹിയായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? എങ്ങനെയെങ്കിലും ഭരണം ഒന്നുകൂടി പിടിച്ചെടുക്കണം, എന്നിട്ട് വേണമല്ലോ ബാക്കിയുള്ളത് കൂടി മുടിച്ച് ഈ കേരളത്തെ പാപ്പരാക്കാൻ. ഇന്ന് വരെ ഇല്ലാത്ത ഒരു ജാഗ്രതയാണ് ഇപ്പോൾ ഭരണത്തിൽ കാണുന്നത്. ഇത്രയും കാലം അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കുട പിടിച്ചവർ ഇപ്പോൾ ഓരോ ഫയലിലും ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ നോക്കുകയാണ്. ഇതൊന്നും ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ആ കസേര ഇളകുന്നു എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. ഈ 78 സീറ്റ് എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപായ സിഗ്നലാണ്. ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രിയുടെ ഓരോ നീക്കവും കാണുമ്പോൾ പണ്ട് കളി തോൽക്കാറായ ടീം അവസാന ഓവറിൽ കാണിക്കുന്ന വെപ്രാളം പോലെയാണ് തോന്നുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതോടെ പിണറായിക്ക് ഒരു കാര്യം ഉറപ്പായി: പഴയ പല്ലവികൾ ഇനി ചെലവാകില്ല. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഓരോ ചുവടും വെക്കുന്നത്. പക്ഷെ ഈ കരുതൽ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അധികാരം പോയാൽ ഉണ്ടാകാൻ പോകുന്ന വിപത്തുകൾ ഓർത്താണ്. ഇത്രയും കാലം അഴിമതിയും ധൂർത്തും മുഖമുദ്രയാക്കിയ സർക്കാർ ഇപ്പോൾ പെട്ടെന്ന് ഭരണത്തിൽ ക്ലീൻ ഇമേജ് വരുത്താൻ ശ്രമിക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ പേടിച്ചിട്ടാണ്. കേരളത്തിന്റെ കടബാധ്യതയെക്കുറിച്ചോ തൊഴിലില്ലായ്മയെക്കുറിച്ചോ യാതൊരു വേവലാതിയും ഇല്ലാത്തവർക്ക് അധികാരം എങ്ങനെയും നിലനിർത്തണം എന്നതിൽ മാത്രമാണ് ശ്രദ്ധ. കാരണം കേരളത്തെ ഇനിയും മുടിപ്പിക്കാൻ ഈ കസേര അവർക്ക് അത്യാവശ്യമാണ്. സ്വർണ്ണക്കടത്തും മാസപ്പടിയും ഒക്കെ വിഴുങ്ങാൻ ഈ ഭരണ തുടർച്ച അവർക്ക് കവചമായി മാറണം. ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാൻ പുതിയ പുതിയ വേഷങ്ങൾ കിട്ടി മുഖ്യമന്ത്രി ഇനിയും വരും. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളൊന്ന് കരുതിയിരുന്നു. ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിൽ ജനങ്ങളെ മറന്നവർക്ക് കാലം കരുതി വെച്ച തിരിച്ചടിയാണിത്. മെയ് 4-ന് ഫലം വരുമ്പോൾ ഇരട്ടച്ചങ്കും PR ഏജൻസികളും ഒന്നിനും തികയില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടും. കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുമെന്ന വീരവാദം മുഴക്കിയവർ സ്വന്തം തട്ടകം കാക്കാൻ ഓടുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രതയിലാണ്. ഈ റിപ്പോർട്ട് ഒരു തുടക്കം മാത്രമാണ്. അഴിമതിയുടെയും ധാർഷ്ട്യത്തിന്റെയും ആൾരൂപങ്ങളായി മാറിയ ഈ ഭരണകൂടത്തിന് ജനങ്ങൾ നൽകാൻ പോകുന്ന മറുപടിയുടെ തുടക്കമാണ് ഈ കണക്ക്. സത്യത്തിൽ ഈ റിപ്പോർട്ട് ഇടതുപക്ഷത്തിന് നൽകുന്ന ഒരു അപായ സിഗ്നലാണ്. ഹാട്രിക് അടിക്കാമെന്ന മോഹവുമായി ഇറങ്ങി തിരിച്ചവർക്ക് സ്വന്തം വിക്കറ്റ് എപ്പോൾ വീഴുമെന്നറിയാത്ത അവസ്ഥയാണിന്ന്. കടക്കെണിയിൽ മുങ്ങിയ കേരളത്തെ വീണ്ടും വീണ്ടും കടമെടുത്ത് നശിപ്പിക്കുമ്പോൾ സാധാരണക്കാരന്റെ അടുക്കള പുകയുന്നുണ്ടോ എന്ന് നോക്കാൻ ആർക്കും സമയമില്ല. അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനിയും ഈ PR വർക്കുകൾ കൊണ്ട് ഞങ്ങളെ പറ്റിക്കാൻ കഴിയില്ലെന്ന്. അഹങ്കാരത്തിന് അറുതി വരുത്താൻ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നതിന്റെ ഒടുവിലത്തെ തെളിവാണ് ഈ രഹസ്യ റിപ്പോർട്ട്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.